എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2-ാം തീയതി മുതൽ ജൂലൈ 4-ാം തീയതി വരെ ഓൺലൈനായിട്ട് HSCAP വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2, 3, 4 തീയതികളായിട്ടാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷയിലെ തെറ്റ് തിരുത്തുകയും പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻസ് നൽകുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് പുതിയ വേക്കൻസി പ്രകാരമുള്ള ഓപ്ഷൻസ് നൽകുകയാണ് ചെയ്യേണ്ടത്. വേക്കൻസി ലിസ്റ്റ് ജൂലൈ 1-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ജൂലൈ 1-ാം തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന വേക്കൻസി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ സ്കൂളിൽ ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ ജനറൽ കാറ്റഗറി ആണോ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ്, അതായത് EAV ആണോ അല്ലെങ്കിൽ EWS ആണോ അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാറ്റഗറി ആണോ അല്ലെങ്കിൽ ലാറ്റിൻ കത്തലിക് കാറ്റഗറി ആണോ, ഇങ്ങനെ ഏത് കാറ്റഗറിയിലാണ് ആ ഒരു സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സീറ്റിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, അതായത് നിങ്ങൾ ഉദാഹരണത്തിന് EAV വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ EAV വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആ ഒരു സീറ്റിലേക്കും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന ജനറൽ കാറ്റഗറി ഓപ്ഷനിലേക്കും അതായത് ജനറൽ കാറ്റഗറി സീറ്റിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറി സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന വേക്കൻസികളിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1-ാം തീയതിയുടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ജൂലൈ 2-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ നൽകി ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഓപ്ഷൻസ് നൽകിയതിൽ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷമായിരിക്കും നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ അത് ഇന്ന ഓപ്ഷൻ കൊടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിക്കുകയും നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റും ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുകയും ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുകയും അപേക്ഷ നൽകി ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂ പേജ്, അതായത് പച്ച കളറിൽ ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു പേജ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പേജാണ് പ്രിവ്യൂ പേജ്. അതിൽ നിങ്ങൾ നൽകിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ അതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട് തന്നെ ഒരു പെൻ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലെ വേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മാത്രമേ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവൂ. ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പ് 2 തവണയെങ്കിലും പ്രിവ്യൂ പേജ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും തെറ്റൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ നൽകി എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ജൂലൈ 8-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ജൂലൈ 8-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.